വംശീവിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബവലാതരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം ഷഷ്ടിതമോധ്യായ 66 അധ്യായം. ശ്രീശുക ഉവാച നന്ദം വ്രജം ഗതേ രാമേ കരുഷാധിപതിർനൃപ വാസുദേവോഹം ഇത്യജ്ഞോ ദൂതം കൃഷ്ണായ പ്രാഹിണോൽ. ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, ഹേ നൃപ, അല്ലയോ പരീക്ഷിത്തേ, രാമേ നന്ദവ്രജം ഗതേ. ഇങ്ങനെ ബലരാമൻ സ്വാമി ഗോകുലത്തിലേക്കായി പോയിരിക്കുന്ന ആ അവസരത്തിൽ അജ്ഞ കരുഷാധിപതി, അറിവില്ലാത്തവനായിട്ടുള്ള കരുഷദേശത്തിലെ രാജാവ്, അഹം വാസുദേവ ഈതി കൃഷ്ണായ ദൂതം പ്രാഹിണോൽ. എന്താണ് ഈ കരുഷ ദേശ? അദ്ദേഹത്തിൻ്റെ പൗണ്ഡ്രക വാസുദേവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ചെയ്തു, ഞാനാണ് വാസുദേവൻ എന്ന് സ്വയം അങ്ങോട്ട് ആൾക്കാർ പറഞ്ഞിട്ട് സ്വയം അങ്ങോട്ട് ധരിച്ചിട്ട് എന്ത് ചെയ്തു? കൃഷ്ണായ ദൂതം പ്രാഹിണോൽ, ഞാനാണ് വാസുദേവൻ എന്നുള്ള രീതിയിൽ ഭഗവാൻ വാസുദേവനായിട്ട് ഇരിക്കുന്നില്ല, ഭഗവാന് ഒരു അടുത്തേക്ക് ഒരു ദൂതനെ അയച്ചു എന്നാണ്. എന്താണ് പറയണത്? ത്വം വാസുദേവോ ഭഗവൻ അവതീർണോ ജഗൽപതി ഇതി പ്രസ്ഥോപിതോ ബാലൈർ മേന ആത്മാനമച്യുതം. മേനേ എന്നാണ്. അപ്പോൾ അത് ഇങ്ങനെ വരുമ്പോൾ ആന്നിപ്പോൾ വരുകൊണ്ട് മേന എന്നാണ്. മേനേ ആത്മാനം അച്യുതം എന്നാണ്. അതായത് ജഗൽപതി ഭഗവാൻ വാസുദേവ അവതീർണ ത്വം ഇതി ബാലൈ പ്രസ്ഥോപിത. അതായത് അങ്ങാണ് യഥാർത്ഥത്തിൽ ലോകനായകനായിട്ട് ഈ ഭഗവാനായിട്ടുള്ള വാസുദേവനായിട്ടുള്ള അവതരിച്ചത്. യഥാർത്ഥത്തിൽ അങ്ങാണെന്ന് ബാലെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനെയുമായിട്ട് വിവരം കിട്ടുള്ള വേറെ ആൾക്കാരാൽ വാഴ്ത്തി പുകഴ്ത്തപ്പെട്ട അദ്ദേഹം ആത്മാനം അച്യുതം മേനെ, താൻ തന്നെയാണ് വിഷ്ണു എന്ന് അങ്ങനെ കരുതിയിരുന്നു എന്ന് പറയുകയാണ്. അതായത് പ്രസ്ഥോപിത എന്ന് പറഞ്ഞാൽ ആത്മജ്ഞന്മാരാണ്. ആ മേനി പറയലിൽ സേവകന്മാരുണ്ടല്ലോ, വൃന്ദ സംഘങ്ങൾ, അവരങ്ങനെ പൊഴുത്തിയിട്ട് അതിലങ്ങനെ സ്വയം അകപ്പെട്ടു പോയി അദ്ദേഹം എന്ന് പറയുകയാണ്. പ്രസ്ഥോപിത എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അത് അച്യുതനാണെന്നുള്ള പ്രയോഗത്തിൽ തനിക്കൊരു നാശം ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള ആ ഭാവം കൂടി അത്രയും കൂടി ധരിച്ചു എന്നാണ് പറയണത്. ദൂതം ച പ്രാഹിണോന്മന്ദ കൃഷ്ണായാം വ്യക്തവർണ്ണനേ ദ്വാരകായം യഥാ ബാലോ നൃപോ ബാലകൃതോ ബുധ. എന്നിട്ട് ആ ബുദ്ധി ഉറക്കാത്ത ഒരു ബാലൻ ബാലകൃത നൃപനാഥ. മറ്റു കുട്ടികളുമായി കളിക്കുമ്പോൾ നമ്മൾ രാജാവാക്കപ്പെട്ട് താൻ രാജാവിൽ നിന്ന് നടിക്കുന്ന പോലെ കുട്ടികൾ ഇതില്ലേ രാജാവും പോലീസിനൊക്കെ ആയിട്ട് മന്ത്രിയും കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് നിങ്ങളാണ് രാജാവ് എന്ന് കുട്ടികൾ പറഞ്ഞാൽ ആ കുട്ടി താൻ രാജാവാക്കി കരുതുന്ന ആ കുട്ടിയില്ലേ താൻ രാജാവാണെന്ന് തന്നെ വിചാരിക്കില്ലേ? അതേമാതിരി ആ ബുദ്ധി ഓർക്കാത്ത അവൻ എന്ത് ചെയ്തു? ആ മന്ദ ബുദ്ധിഹീനൻ ദ്വാരകായാം അവ്യക്തവർത്തമനേ കൃഷ്ണായ, ദ്വാരകയിൽ അവ്യക്തമായ മാർഗത്തോടുകൂടി ഇരിക്കുന്ന സാക്ഷാൽ ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണന് ദൂതം ച പ്രായണ, ഒരു ദൂതനെ അങ്ങോട്ട് പറഞ്ഞേക്കുകയും ചെയ്തു എന്നാണ്. എന്താണ് ഈ ദൂതൻ പറയണത് എന്നാണ് നോക്കേണ്ടത്. ആദ്യം പറഞ്ഞു ദൂതനെ അയച്ചത്, വീണ്ടും പറയാൽ എന്താണ് ഇടക്കിടക്ക് അങ്ങനെ ദൂതനെ അയച്ചിരുന്നതും കൂടി സൂചന ഉണ്ടെന്നാണ് ഇവിടെ ഈ ചകാരം എന്നുള്ളതുകൊണ്ട്. ദൂതം ച പ്രാഹിണോ എന്ന് ഇവിടെയും പറഞ്ഞു. അതിനു മുമ്പ് നേരത്തെ ദൂതം കൃഷ്ണായ പ്രാഹിണോ എന്ന് ആദ്യം പറഞ്ഞു. പിന്നെ അങ്ങനെ 2 തവണ പറയുന്നുണ്ട്. ഇടക്കിടക്ക് ഇങ്ങനെ ദൂതനെ അയച്ചുകൊണ്ടിരിക്കും. എന്താണ് പറയണത്? ദൂതസ്തു ദ്വാരകാമേത്യ സഭായാമാസ്ഥിതം പ്രഭും കൃഷ്ണം കമലപത്രാക്ഷം രാജസന്ദേശമബ്രവീൽ. ആ ദൂതസ്തു ദൂതനാകട്ടെ, ആ പൗണ്ഡ്രകൻ്റെ ദൂതന്മാരെന്ന് പറയാം. കാരണം ഇതിനുമ്പിയാവുന്നല്ല, അവരൊക്കെ ദ്വാരകയിൽ വന്നിട്ട് ദ്വാരകാമേത്യ സഭായാം, ആ സഭയിലിങ്ങനെ ഇരിക്കുന്ന പ്രഭുവും കൃഷ്ണം, ആ കമലപത്രാക്ഷനായിട്ടുള്ള താമരക്കണ്ണനായിട്ടുള്ള ഭഗവാനോട് ആ രാജസന്ദേശം അബ്രവീൽ, ആ രാജാവിൻ്റെ സന്ദേശം അങ്ങനെ പറഞ്ഞു. എന്താണ്? വാസുദേവോ അവതീർണോഹം ഏക ഏവ ന ചാവരം
ഭൂതാനാം അനുകമ്പാർത്ഥം ത്വത്തു മിഥ്യാവിധം ത്യജ. ഈ എന്താണ് രാജാവിൻ്റെ സന്ദേശം? സകല ജീവജാലങ്ങളുടെയും ക്ഷേമത്തിനായി വസുദേവപുത്രനായിട്ട് അവതരിച്ചത് നാം ഒരാൾ മാത്രമാണ്. അതുകൊണ്ട് താൻ തൻ്റെ ആ വ്യാജനാമം അങ്ങോട്ട് ഉപേക്ഷിക്കൂ എന്ന് പറയും. മിഥ്യാഭിതാം ത്യജ എന്നാണ്. ത്വം തു മിഥ്യാഭിതാം ത്യജ, അതിനെ അങ്ങോട്ട് ഉപേക്ഷിച്ചോളൂ എന്ന് പറയുകയാണ്. പിന്നെ എന്ന് മാത്രമല്ല, യാനി ത്വം അസ്മൽ ഛിന്നാനി മൗഢ്യാൽ വിവർഷി സാത്വത തെക്വേഹി മാം ത്വം ശരണം നോചേൽ ദേഹി മമാഹവം എന്നു മാത്രമല്ല, അതാണ് അങ്ങ് ആ യാദവ വംശത്തിൽ അങ്ങനെ പറഞ്ഞവനാണ് യഥാർത്ഥത്തിൽ. പക്ഷേ എന്തുണ്ട്, ഈ വാസുദേവൻ എന്നുള്ള ഭാവത്തിൽ എൻ്റെ ചിഹ്നങ്ങളുണ്ടല്ലോ, 4 കൈകൾ, ശംഖചക്രാദികൾ, അതുമാതിരി ശ്രീവത്സം ഇതൊക്കെ ധരിക്കുന്നുണ്ടല്ലോ, അത് വെറും ദോഷത്വമാണ് അങ്ങ് ധരിക്കണത്. ഇതൊക്കെ എനിക്ക് മാത്രമേ ഇതൊക്കെ ധരിക്കാൻ പാടൂ. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? തെക്ക് ഹിമാം, അതെല്ലാം ഇത് എനിക്ക് വേണ്ടിയിട്ട് അതെല്ലാം സമർപ്പണം ചെയ്തതൊക്കെ ത്യജിച്ചോളൂ എന്ന് പറയുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്നിട്ട് എന്നെ വന്ന് അങ്ങോട്ട് ശരണം പ്രാപിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ നോജയിൽ ദേഹി മമ ആഹവം, അല്ലാന്നുണ്ടെങ്കിൽ എന്നോട് യുദ്ധത്തിനാണ് പുറപ്പെട്ട് വന്നോളൂ. ഒരു അന്ത്യശാസ്ത്രത്തിൻ്റെ സ്വഭാവത്തിലാണ് ഈ ദൂതനെ അയച്ചത്. ശ്രീശുവാച കഥനം തതുവാകർണ്യ പൗണ്ഡ്രകസ്യാൽപമേധസ ഉഗ്രസേനാദയ സഭ്യ ഉച്ചഹൈർ ജഹസുസ്തദാ. ഇങ്ങനെ അവൻ്റെ കഥനം ഉപാകർണ്യ പൗണ്ഡ്രകസ്യ അല്പമേധസ, അതായത് ബുദ്ധിഹീനനായിട്ടുള്ള ആ പൗണ്ഡ്രകൻ്റെ ഈ വീരവാദം കേട്ടിട്ട് ഉഗ്രസേനാതെ ആ സഭയിലുള്ള ഉഗ്രസേനൻ തുടങ്ങിയിട്ടുള്ള എല്ലാവരും അങ്ങോട്ട് ഉച്ചകൈർ ജഹസു പോറക്കെ അങ്ങോട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി എന്ന് പറയുകയാണ്. ഉവാചദൂതം ഭഗവൻ പരിഹാസകഥാമനു ഉത്സ്രക്ഷ്യേ മൂഢചിഹ്നാനി യൈസ്ത്വമേവം വിഗദ്ധസേ. അപ്പം എന്താ ഭഗവാൻ ആ ദൂതൻ്റെ പരിഹാസവാക്യങ്ങളൊക്കെ എന്നെ കഴിഞ്ഞ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? ആ ദൂതനോട് എടാ മൂഢ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ആർക്ക് വേണ്ടിയിട്ടാണോ നീ ഇപ്രകാരം എന്നോട് വന്നിട്ട് ഇങ്ങനെ ഓരോ പള്ളികൾ വിളമ്പുന്നത്? അതാണ് ഉത്സ്രക്ഷ്യേ മൂഢചിയൈസ്ത്വമേവം വിഗത്തസേ. നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത് നിന്ന് ഓരോന്ന് പറയണത്? അയാളോട് ചെന്ന് പറഞ്ഞോളൂ. എന്താണ്? മുഖം അവനോട് മുഖം തദവിതായാജ്ഞ കങ്കവൃദ്രവടൈർവൃത ശൈഷ്യസേഹതസ്തത്ര ഭവിതാശരണം ശുനാം. എന്താ ചെന്ന് പറയേണ്ടത്? ഞാൻ തന്നെ അയച്ചുള്ള ആ രാജാവുണ്ടല്ലോ, അയാൾക്കായിട്ട് എൻ്റെ ഈ ചിഹ്നങ്ങളെല്ലാം ഞാൻ കൈവിടാം എന്ന് ചോദിച്ചാൽ ഞാൻ പ്രയോഗിക്കാൻ തന്നെ ചക്ര ഗതാക്കണ്ടല്ലോ, അത് പ്രയോഗിക്കാൻ തന്നെ പറയണത്. ഇനി ഒന്നുകൂടി പറഞ്ഞോളൂ, ആരാണോ അതല്ല വായ കൊണ്ട് ഇപ്രകാരമൊക്കെ പുലമ്പണത്, അവൻ്റെ വായ മൂടി കെട്ടിയിട്ട് എന്നാൽ വധിക്കപ്പെടുന്ന അവൻ ആ പരുന്തുകളും കഴുകന്മാരൊക്കെ കൊത്തി തിന്നത വിധത്തിൽ മരിച്ചു കിടക്കും എന്ന് പറയുകയാണ്. മാത്രമല്ല നായ്ക്കൾക്കും കൂടി ആഹാരമായിട്ട് ഭവിക്കും. നിന്നെ അയച്ചിട്ടുള്ള ആ രാജാവിനോട് ഈ കാര്യങ്ങളൊക്കെ ചെന്നാൽ അങ്ങോട്ട് പറഞ്ഞോളൂ എന്ന് പറയുകയാണ്. ഇതി ദൂതസ്തദാക്ഷേപം സ്വാമിനെ സർവമാഹരൽ കൃഷ്ണോ വിരതമാസ്ഥായ കാശീം ഉപജഗാമഹ. ആ ദൂതൻ ഇതി തത് ആക്ഷേപം സർവം സ്വാമിനെ ആഹരൽ, തൻ്റെ സ്വാമിയായിട്ടുള്ള യജമാനോട് ഈ ഭഗവാൻ പറഞ്ഞുള്ള ഈ ആക്ഷേപവാക്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ അങ്ങോട്ട് കൊളുത്തി കൊടുത്തു എന്ന് പറയുകയാണ്. എന്നിട്ടോ കൃഷ്ണ ശ്രീകൃഷ്ണനും രഥമാസായി തൻ്റെ തേരിൽ കരേറി കാശീം ഉപജഗാമഹ, കാശിയുടെ അടുത്താണ് ഈ കരൂഷ അധിപതി രാജ്യം, അതാണ് അവിടേക്ക് അങ്ങോട്ട് പോയി എന്ന് പറയുകയാണ്. പൗണ്ഡ്രകോപി തദുദ്യോഗമുപലഭ്യ മഹാരഥ അക്ഷൗഹിണീഭ്യം സംയുക്തോ നിശ്ചക്രാമപുരൽ ദ്രുതം. ആ മഹാരഥ പൗണ്ഡ്രകവി എന്നാലോ മഹാരഥനാണ് ഈ രാജാവ് പൗണ്ഡ്രകൻ. അവനാവട്ടെ എന്ത് ചെയ്തു? തദുദ്യോഗം ഉപലഭ്യ, ഭഗവാന്റെ പരിശ്രമം മനസ്സിലാക്കിയിട്ട്, അതായത് ഭഗവാൻ പുറപ്പെട്ടിട്ടുണ്ട് സേനയോട് കൂടിയെന്ന് മനസ്സിലാക്കിയിട്ട് അക്ഷൗഹിണീഭ്യം സംയുക്ത, അക്ഷൗഹിണീഭ്യം എന്ന് പറഞ്ഞാൽ രണ്ടക്ഷൗഹിണി സൈന്യത്തോടു കൂടിയിട്ട് ദ്രുതം പുരാൽ നിശ്ചക്രാമ, പെട്ടെന്ന് തൻ്റെ നഗരത്തിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് വന്നു ഭഗവാനെ നേരിടാൻ വേണ്ടിയിട്ട്. കാശിരാജ്യവും ഈ കരൂഷ രാജ്യവും തൊട്ട് കിടക്കുന്നതാണെന്നാണ് ശ്രീധരീയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഇദ്ദേഹം യുദ്ധത്തിന് പുറപ്പെട്ടപ്പോഴേക്കോ തസ്യ കാശിപതിർമിത്രം
പാർഷ്ണിഗ്രാഹോ അന്വയൽ നൃപ അക്ഷൗഹിണീഭി തിസൃഭി അവശ്യൽ പൗണ്ഡ്രകം ഹരി. പരീക്ഷിത്തേ ഹേ നൃപ തസ്യ മിത്രം കാശിപതി. ഇങ്ങനെ ഈ പൗണ്ഡ്രക വാസുദേവൻ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ ചങ്ങാതിയായിട്ടുള്ള കാശിരാജാവ് പാർഷ്ണിഗ്രാഹ യുദ്ധസഹായിയായിട്ട് തിസൃഭി അക്ഷൗഹിണീഭി അതായത് 3 അക്ഷൗഹിണി സൈന്യസമേതം അന്വയാൽ അദ്ദേഹത്തിൻ്റെ കൂടെ പുറപ്പെട്ടു. ശംഖ എന്നിട്ടോ ശംഖായാസി ഗദാശാർംഗ ശ്രീവത്സാദ്യുപലക്ഷിതം ബിഭ്രാണം കൗസ്തുഭമണിം ധനമാലാ വിഭൂഷിതം കൗശേയവാസസീപീതേ വസാനം ഗരുഡധ്വജം അമൂല്യമൗല്യാഭരണം സ്ഫുരൻ മകരകുണ്ഡലം. എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പൗണ്ഡ്രക വാസുദേവൻ്റെ വേഷം പറയുകയാണ്. ഭഗവാൻ ആദ്യമായിട്ടാണ് പൗണ്ഡ്രകനെ അപ്പോൾ കാണുന്നത്. കയ്യിലെങ്ങനെയാണ്, കൈകളിൽ എങ്ങനെയാണ് ശംഖ ചക്രം ഗവാള് ഗദ ചാർങ്കം എന്നുള്ള വില്ല് ശ്രീവത്സം എന്നുള്ള മറുക ഇതൊക്കെ ധരിച്ചിട്ടുണ്ടെന്ന് പറയാണ്. കൗസ്തുഭമണിയും ബിഭ്രാണം കൗസ്തുഭ രത്നത്തെയും ധരിച്ചിട്ടുണ്ട്. വനമാലയാൽ അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. നല്ല മഞ്ഞ നിറത്തിലുള്ള 2 പട്ട് വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. ഗരുഡധ്വജം ഗരുഡക്കൊടിയുള്ള ഒരു തേരാണ് വെച്ചിരിക്കുന്നത്. അനർഘമായിട്ടുള്ള കിരീടമുണ്ട്, ഭൂഷണങ്ങൾ ഇതൊക്കെ ഉണ്ട്. സ്ഫുരൻ മകരകുണ്ഡലം തിളങ്ങുന്ന മകരകുണ്ഡലം അണിഞ്ഞിരിക്കുന്നതിനായിട്ടുള്ള പൗണ്ഡ്രകം ഹരി അവശ്യൽ. ആ പൗണ്ഡ്രകനെ തൻ്റേതുമാതിരിയുള്ള എല്ലാ രൂപത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ അവനെ ഭഗവാൻ ശ്രീഹരി ദർശിച്ചു എന്നാണ് പറയുന്നത്. ദൃഷ്ട്വാ തമാത്മനസ്തുല്യവേഷം കൃത്രിമമാസ്ഥിതം യഥാ നടം രംഗഗതം വിജഹാസഭൃശം ഹരി. ആ ഭഗവാൻ എങ്ങനെയാണ് കണ്ടിട്ട് പൊട്ടിച്ചിരിച്ചു എന്നാണ്. അപ്പോൾ നമ്മളെയൊക്കെ ഇതിൽ ചില കാർട്ടൂണിലൊക്കെ അല്ലെങ്കിൽ ഈ വിദൂഷകന്മാരോ ആരെങ്കിലും വന്ന് നമ്മളെ മാതിരിയുള്ള വേഷമൊക്കെ കെട്ടിയിട്ട് വന്നാൽ ഈ അരങ്ങത്തിരിക്കുന്ന ആൾക്കാർക്ക് ചിരി വരില്ലേ? അതേമാതിരി രംഗഗതം നടം യഥാ അരങ്ങത്ത് വന്നുള്ളൊരു നടനെ പോലെ ആത്മന തുല്യവേഷം തൻ്റേതിനോട് അതേമാതിരിയുള്ള വേഷത്തെ കൃത്രിമം ആസ്ഥിതം കൃത്രിമമായി ധരിച്ചു നിൽക്കുന്നതിനുമായിട്ടുള്ള തം ദൃഷ്ട അദ്ദേഹത്തെ കണ്ടിട്ട് ഹരി ഭൃശം വിജഹാസ ഭഗവാൻ നന്നായിട്ട് പാട്ടഹസ്തി ചിരിച്ചു എന്നാണ് പറയണത്. കാരണം ഓരോരുത്തരുടെ കമ്പഴിച്ചു ഭഗവാന്റെ മാരി വേഷം കെട്ടിയിരിക്കാൻ മനസ്സിലായിരുന്നു. ഭഗവാന്റെ അതിൽ ഭാവഗ്രാഹി ജനാർദ്ദന എന്നിനി അടുത്തുള്ള ഭാവങ്ങളെന്ന് മനസ്സിലാവും. അതായത് അവൻ അങ്ങനെ കെട്ടുമ്പോൾ താൻ തന്നെയാണ് ഭഗവാൻ എന്ന് അവൻ്റെ ഉള്ളിലുള്ള ഒരൊറ്റ തോന്നൽ കൊണ്ട് മാത്രമേ എന്തുണ്ടായി അവന് ഈ ഭഗവാൻ സായുജ്യം കൊടുക്കും. ശുഭലൈർഗദാഭി പരികൈ ശക്തിഷ്ടിപ്രാസതോമരൈ അസിഭി പട്ടിശൈർബാണൈ പ്രാഹരന്നരയോ ഹരിം. എന്നിട്ടോ ഹരി എന്ത് ചെയ്തു? ഹരിം അതായത് ഭഗവാനെ എന്ത് ചെയ്തു? ഈ ശത്രു സൈന്യം ശൂലൈ ഗദാഭി പരികൈ ശക്തിഷ്ടി പ്രാസതോമരൈ അസിഭി പട്ടിശൈ ബാണൈ പലതരത്തിലുള്ള ആയുധങ്ങൾ എന്താണ് ഗദകൾ, ശൂലങ്ങൾ, ഇരുമ്പൊലയ്ക്കകൾ, പിന്നെ വേല, ഇടിവാള്, കുന്തം, തോമരം, മറ്റുള്ള വാളുകൾ, പട്ടിശങ്ങൾ, ബാണശരങ്ങൾ ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ആയുധങ്ങളാൽ ഈ സൈന്യം മുഴുവൻ ഭഗവാന്റെ നേരിട്ട് അങ്ങോട്ട് യുദ്ധത്തിന് ഇറങ്ങി എന്ന് പറയുകയാണ്. കൃഷ്ണസ്തുതൽ പൗണ്ഡ്രകാശിരാജയോർബലം ഗജസ്യന്ദനവാലൈവത്തിമൽ ഗദാസി ചക്രേഷു വിരാർദ്ദയൻ ഭൃശം യഥായുഗാന്തേ ഹുതഭുക് പൃഥക് പ്രജാ. ആ ഭഗവാന്റെ ആ ഒരു വിശേഷം എന്താണ്? യഥാ യുഗാന്തേ ഹുതഭുക് പൃഥക് പ്രജ. അതായത് കൽപ്പാന്ത കാലത്തിൽ എങ്ങനെ ആ കാലാഗ്നി വന്നിട്ട് ആ യുഗത്തിൻ്റെ അവസാനത്തിൽ വന്നിട്ട് എല്ലാം ഭുജിക്കുന്നില്ലേ, അതുമാതിരി ഈ ഭഗവാൻ എന്ത് ചെയ്തു? ഈ ആന, തേര്, കുതിര, കാലാൾ എന്നിവയൊക്കെ കൂടിയിട്ടുള്ള കാശിരാജയോ പൗണ്ഡ്രകൻ്റെയും കാശിരാജാവിൻ്റെയും തൽബലം ആ സൈന്യത്തെ കാലാഗ്നി പോലെ എങ്ങനെയാണ് അതുമാതിരി തൻ്റെ ഗദ ആസി ചക്രേറ്റു തൻ്റെ ഗദ, വാള്, ചക്രം, ശരം എന്നുള്ള ആയുധങ്ങളാൽ ഭൃശം ആർദ്ദയാൽ ശക്തിയോടെ തുരത്തി നശിപ്പിക്കാൻ തുടങ്ങി എന്ന് പറയുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഭഗവാൻ ഏകനായിട്ടാണ് ഈ 5 അക്ഷൗഹിണി സൈന്യം അവിടെയുള്ള 2 അക്ഷൗഹിണി സൈന്യം ഈ പൗണ്ഡ്രകൻ്റെയും 3 എണ്ണം കാശിരാജാവിൻ്റെയും. അത് സാക്ഷാൽ ഈശ്വരന് മാത്രമേ ഇപ്രകാരം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിലെ കാലാഗ്നി ആയിട്ടുള്ള അതിന് ഉപമ കൊടുത്തത് അവിടെ.
സ്ഥലം ആലോചിച്ച് നോക്കണം. കാശിയാണ്, സംഹാരരുദ്രൻ്റെ സ്ഥാനമാണത്. അപ്പം അദ്ദേഹത്തേക്കാൾ ഭീകരത ഉണ്ട്, തനിക്ക് സൃഷ്ടിക്കാൻ കഴിവുണ്ടെന്ന് അതിൽ ഒടുവിലത്തെ ഭാഗം കൂടി അങ്ങനെ സൂചിപ്പിക്കണു. അത്ര ശ്രേഷ്ഠനാണ് ഭഗവാൻ എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കുകയാണ്. ആയോധനം തദ്രതവാജി കുഞ്ചര ദ്വിവൽക്കരോഷ്ടൈ ഹരിണാവഖണ്ഡിതൈ ബഭൂചിതം മോദവഹം മനസ്വിനം ആക്രീഡനം ഭൂതപതേരിവോൽബണം. ദ്വിവൽക്കരോഷ്ട്രൈ ഹരിണ അവഖണ്ഡിതൈ, ഇങ്ങനെ തൻ്റെ ചക്രായുധം കൊണ്ട് ഖണ്ഡിക്കപ്പെട്ട രഥവാജി കുഞ്ചര ദ്യുവൽക്കരോഷ്ട്രൈ, ആ ഭഗവാന്റെ ആ ചക്രായുധം കൊണ്ട് മുറിക്കപ്പെട്ടിട്ടുള്ളതായുള്ള തേരികൾ, കുതിരകൾ, ആനകൾ, കാലാൽപ്പടകൾ, കഴുതകൾ, ഒട്ടകങ്ങൾ, ഇവരൊക്കെ തന്നെ കഷ്ണങ്ങളങ്ങനെ ചിതം ചെതറിക്കിടക്കുന്ന തൽ ആയോധനം, ആ യുദ്ധക്കളം കൽപ്പാന്തേ ഭൂതപതേ ഉൽബണം ആക്രീഡനം ഇവ. അപ്പം വീണ്ടും ആ ഭഗവാൻ പരമേശ്വരൻ്റെ അതിൽ ഉപമ കാണിക്കുകയാണ്. കൽപ്പാന്ത കാലത്തിൽ സാക്ഷാൽ സംഹാരരുദ്രൻ്റെ ആ ഭീകരമായിട്ടുള്ള നൃത്തരംഗം പോലെ ആയി തീർന്നു എന്ന് പറയുക. അതെങ്ങനെയാണ്? മനസ്വിനാം മോദവഹം ബഹു. സാധാരണക്കാർക്ക് ഭീതിജനകമാണെങ്കിലും നല്ല മനക്കരുത്തുള്ള ആൾക്കാർക്ക് ആ കാഴ്ച വളരെയധികം ഉത്സാഹജനകമായിരുന്നു എന്ന് പറയുകയാണ്. അതാഹ പൗണ്ഡ്രകം ശൗരിർഭോ ഭോ പൗണ്ഡ്രകയൽ ഭവൻ ദൂതവാക്യേന മാമാഹ താന്യസ്ത്രാണ്യുത്സൃജാമി തേ ത്യാജയിഷ്യേഭിദാനം മേ യത്വയാജ്ഞ വൃഷാധൃതം വ്രജാമി ശരണം തേദ്യ യദി നേച്ഛാമി സംയുഗം. ഇതി ക്ഷിപ്ത്വാ ശിരൈർബാണൈർവിരധീകൃത്യ പൗണ്ഡ്രകം ശിരോവൃച്ഛരതംഗേന വജ്രേണേന്ദ്രോ യഥാഗിരേ. ഇങ്ങനെ ഈ ഇവരുടെ സൈന്യങ്ങളെ മുഴുവൻ യുദ്ധം നശിപ്പിക്കായ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? അതാഹ പൗണ്ഡ്രകം ശൗര്യർ. ആ പൗണ്ഡ്രകനോട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, ഹേ പൗണ്ഡ്രക യൽ ഭവാൻ, അങ്ങ് ദൂതനെ അയച്ച് എന്നോട് പറഞ്ഞില്ലേ എൻ്റെ ആയുധങ്ങളൊക്കെ എനിക്ക് വിട്ടുതരാന്ന് പറഞ്ഞില്ലേ? ആ മാമാഹ താന്യ അസ്ത്രാണ്യ ഉത്സരിജാമിതേ, എൻ്റെ ആയുധങ്ങളെല്ലാം ഞാൻ അങ്ങയ്ക്ക് വിട്ടുതരാണ്, വേണം ചെയ്താ പിടിച്ചോളൂ എന്ന് പറയാണ്. പിന്നെയോ ഞാൻ വ്യാജമായി സ്വീകരിച്ചുള്ള വാസുദേവൻ എന്നുള്ള പേരുണ്ടല്ലോ, അത് ഉപേക്ഷിക്കുക. ഒരു യുദ്ധത്തിന് നാം ഇച്ഛിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ശരണം പ്രാപിച്ചേനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വാക്കുകളെ കൊണ്ട് എന്ത് ചെയ്തു? അങ്ങേ ശരണം പ്രാപിച്ചില്ല, ഒരു യുദ്ധത്തിനാണ് ആഗ്രഹിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങേ ശരണം പ്രാപിച്ചത്. ഇനിയിപ്പോൾ പ്രാപിക്കാതിരുന്നത്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണു? ഇനിയിപ്പോൾ ഇത് ക്ഷിപ്വാ ശിരൈർ ബാണൈർ വിരധീകൃത്യ പൗൺ, ഞാൻ അങ്ങയുടെ ശരണം പ്രാപിക്കാനല്ല വന്ന എൻ്റെ ആയുധങ്ങളും എൻ്റെ ചിഹ്നങ്ങളൊക്കെ അങ്ങേക്ക് തരൂ, വേണമെച്ചാൽ മേടിച്ചോളൂ, എന്നിട്ട് എൻ്റെ കൂടെ യുദ്ധം ചെയ്തിട്ട് എന്നെ തോൽപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിരൈർ ബാണൈർ വിരധീകൃത്യ പൗണ്ഡ്രകം, തൻ്റെ മൂർത്ത ബാണങ്ങളെ കൊണ്ട് ആ പൗണ്ഡ്രകൻ്റെ തേരിനെ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞു. എന്നിട്ടോ ശിരോവൃശ്ച രഥങ്കേന, എന്ത് ചെയ്തു? എന്നിട്ട് തൻ്റെ ചക്രം കൊണ്ട് അവൻ്റെ ശിരസ് അങ്ങോട്ട് അറുത്തു. ഏതുമാതിരി? വജ്രേണ ഇന്ദ്രോ യഥാഗിരേ, ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് പർവ്വതങ്ങളുടെ ചിറക് മുറിക്കണ മാതിരി സുദർശനം കൊണ്ട് അവൻ്റെ കഴുത്ത് അങ്ങോട്ട് അറുത്തു. തഥാ കാശിപതേ കായൽ ശിര ഉത്കൃത്യ പത്രിഭി ന്യവാതയൽ കാശിവില്യം പത്മകോശമിവാനില. പൗണ്ഡ്രക വാസുദേവൻ്റെ മാത്രമല്ല, ആ കാശിരാജാവ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ചങ്ങാതി, ആ കാശിരാജാവിൻ്റെ ശിരസ്സും അതേമാതിരി അസ്ത്രങ്ങളാൽ അറുത്തിട്ട് എന്ത് ചെയ്തു? ദൂരെ തെറിപ്പിച്ചതാണ്. ഏതുമാതിരി? കാറ്റ് പത്മകോശമിവാനില, ഒരു താമരമുട്ടിനെ കാറ്റങ്ങനെ പറത്തിക്കളി, അതുമാതിരി കൊണ്ടുപോയിട്ട് എവിടെ ഇട്ടു? ന്യവാതയൽ കാശിപുര്യം, കാശിപുരിയുടെ ഗോപുരദ്വാരത്തിലാണ് ഈ കാശിരാജാവിൻ്റെ ശിരസ് കൊണ്ടിട്ടത് എന്ന് പറയണം. ഏവം മത്സരിണം ഹത്വാ പൗണ്ഡ്രകം സസുഖം ഹരി ദ്വാരകാമാവിശൽ സിദ്ധൈർ ഗീയമാന കഥാമൃത. ഇങ്ങനെ തന്നോട് മത്സരിക്കാൻ വന്നിട്ടുള്ള ആ പൗണ്ഡ്രകനെയും കാശിരാജാവിനെയൊക്കെ തോൽപ്പിച്ച് വധിച്ചതിന് ശേഷം ആ ഭഗവാൻ സുഖമായിട്ട് ദ്വാരകയിലേക്ക് തിരിച്ചങ്ങോട്ട് വന്നു. ആ സമയത്ത് സിദ്ധന്മാരാലും എല്ലാവരും ആ ഭഗവാനെ അങ്ങനെ കീർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുകയാണ്. സിദ്ധൈർ ഗീയമാന കഥാമൃത, അങ്ങനെ സിദ്ധന്മാരാൽ കീർത്തിക്കപ്പെട്ടുകൊണ്ട് ദ്വാരകയിൽ വന്നു താമസിക്കാൻ തുടങ്ങി. വീണ്ടും 23-ാമത്തെ ശ്ലോകം. ഏവം മത്സരിണം ഹത്വാ പൗണ്ഡ്രകം സസഖം ഹരി എന്നാണ്.
രണ്ട് മറ്റുള്ള പുസ്തകങ്ങളിലൊക്കെ ഉള്ളത്. ഇതിൽ ഞാൻ വായിച്ച് സസുഖം എന്നാണ്, സഖം തന്നെയാണ് നല്ലത്. അതായത് പൗണ്ഡ്രകനെ ചങ്ങാതിയായിട്ടുള്ള കാശ്യ രാജാവിനോടുകൂടി നിഗ്രഹിച്ചിട്ട് സഖം ഹരി അരികിലേക്ക് തിരിച്ചു വന്നു, സിദ്ധന്മാരൊക്കെ കീർത്തിക്കപ്പെട്ടവനായിട്ട് എന്ന് പറയുകയാണെന്ന് കേട്ടോ. സനിത്യം ഭഗവദ്ധ്യാന പ്രധ്വസ്ഥാഖില ബന്ധന ബിഭ്രാണശ്ച ഹരേ രാജൻ സ്വരൂപം തന്മയോ ഭവൽ. അതാണ് അതിൻ്റെ മഹത്വം. ഹേ രാജൻ, പരീക്ഷിത്തേ, നിത്യം ഭഗവദ്ധ്യാന പ്രധ്വസ്ഥാഖില ബന്ധന, ഇപ്രകാരം ഭഗവാന്റെ ധ്യാനത്താൽ പ്രധ്വംസിക്കപ്പെട്ടതായിരുന്നു, പരിപൂർണമായി ധ്വംസിക്കപ്പെട്ട സമസ്ത ബന്ധങ്ങളോടുകൂടിയും ഹരേ സ്വരൂപം ബിഭ്രാണജ, ആ ഭഗവാന്റെ സ്വരൂപത്തെ എങ്ങനെ ധരിച്ചിരിക്കുന്നവനുമായ അവൻ തന്മയ, അവൻ്റെ സ്വരൂപമുള്ളവനായിട്ട് അഭവൽ എന്ന് പറയുകയാണ്. അതായത് മത്സരം കൊണ്ടാണെങ്കിൽ കൂടിയിട്ട് ഭഗവാനെ തന്നെ നിത്യം ധ്യാനിച്ചുകൊണ്ടും ആ ഭഗവാന്റെ ആ വേഷങ്ങളൊക്കെ ഭഗവാന്റെ രൂപമൊക്കെ ധരിച്ചുകൊണ്ട് താൻ തന്നെയാണ് ഭഗവാൻ എന്നുള്ള ഭാവം ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ട് ഇരുന്നുകൊണ്ട് എന്തുണ്ടായി, അവൻ്റെ അവിദ്യ കാരണം ഉണ്ടായിട്ടുള്ള കാമകർമ്മ ബന്ധങ്ങളെല്ലാം നശിച്ചിട്ട് അവസാനം ഭഗവാന്റെ ലോകത്തിൽ പ്രവേശിച്ചിട്ട് ആ വിഷ്ണു സമാനമായിട്ടുള്ള രൂപത്തോടു കൂടിയായിട്ട് സാരൂപ്യ മുക്തി ലഭിച്ചു. സാരൂപ്യ ഭാവത്തിലല്ലേ ഇരുന്നിരുന്നത്, അതുകൊണ്ട് സാരൂപ്യ മുക്തി അവന് ലഭിച്ചു എന്നാണ് ഇതിൻ്റെ ഈ ശ്ലോകത്തിൻ്റെ സാരം. അത് ഇങ്ങനെ നിത്യം ഭഗവാനിൽ ഭക്തി കൂടെ ആയിരുന്നു വെച്ചാൽ അത് സായുജ്യത്തിന് ലഭിക്കുമായിരുന്നു എന്നൊരു സൂചനയും കൂടിയുണ്ട്. ശിരപതിതമാലോക്യ രാജദ്വാരേ സകുണ്ടലം കിമിതം കസ്യ വാവക്രം ഇതി സംശിഷ്യരേ ജനാ. ഇങ്ങനെ ഈ സമയത്ത് ഈ കാശിരാജാവിൻ്റെ ശിരസ് വെട്ടിയിട്ടത് മുറിച്ചിട്ടത് കാശിരാജാവിൻ്റെ ഗോപുരത്തിൽ കൊണ്ടേ വീണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ രാജദ്വാരേ സകുണ്ടലം ശിര പതിതം ആലോക്യ, രാജദ്വാരത്തിൽ കൊട്ടാരത്തിൻ്റെ ഗോപുരത്തിൻ്റെ അല്ലേ ആ നല്ല കുണ്ടലങ്ങളോടൊക്കെ കൂടിയിട്ട് ഒരു ശിരസ് വന്നങ്ങനെ വീണ് കിടക്കണം കണ്ടിട്ട് ഇതം കിം കസ്യ വാ വക്രം ഇതി ജനാ സംശിശിരേ, അതായത് ജനങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് ആരുടെ ശിരസ്സാണത് എന്ന് അവരെല്ലാവർക്കും സംശയം ഉണ്ടായി എന്ന് പറയുകയാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും രാജ്ഞ കാശിപതേജ്ഞാത്വാ മഹിഷ്യ പുത്രബാന്ധവാ പൗരാശ്ചഹാരാജ നാഥ രാജൻ നാഥനാഥേരി പ്രാരുതൻ. ആ സമയത്ത് ആ കാശിപതേർ രാജ്ഞ ജ്ഞാത്വ, തങ്ങളുടെ രാജാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെയാണ് എന്നറിഞ്ഞിട്ട് മഹിഷ്യ, അദ്ദേഹത്തിൻ്റെ പത്നിമാരും പുത്രബാന്ധവ, പുത്രന്മാർ ബന്ധുക്കളും പൗരാജ പുരവാസികളും ഹതായോ നമ്മളെല്ലാവരും നശിക്കപ്പെട്ടു പോയില്ലേ, നമ്മുടെ നാഥൻ അനാഥരായില്ലേ, നമ്മുടെ നാഥനായിട്ടുള്ള രാജാവ് മരിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു. ഹേ നാഥ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം പ്രാരുതൻ ഓർക്കാൻ കരയാൻ തുടങ്ങി. സുദക്ഷിണസ്തസ്യ സുത കൃത്വാ സംസ്ഥാവിരിംബിദു നിഹത്യ പിതൃഹന്താരം യാസ്യാമ്യപചിരിംബിദു. സുദക്ഷിണൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുത്രൻ പിതു സംസ്ഥാവിധിം കൃത്വ, അച്ഛൻ്റെ ആ സംസ്കാര വിധികളൊക്കെ ചെയ്തിട്ട് പിതൃഹന്താരം നിഹത്യ, തൻ്റെ അച്ഛനെ ഹനിച്ചവനെ വധിച്ചിട്ട് പിതു അപചിതിയും, തൻ്റെ അച്ഛൻ്റെ നിഷ്കൃതിയെ യാസ്യാമി പ്രാപിക്കുന്നേൻ. ഇത്യാത്മനാഭിസന്ധായ സോപാധ്യായോ മഹേശ്വരം സുദക്ഷിണോർച്ചയാമാസ പരമേണ സമാധിന. ഇതി ആത്മന അഭിസന്ധായ, ഇപ്രകാരം മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ട് സോപാധ്യായ തൻ്റെ പുരോഹിതനോട് കൂടിയിട്ടുള്ള അദ്ദേഹം എന്ത് ചെയ്തു, സുദക്ഷിണൻ പരമേണ സമാധിന, ഉത്കൃഷ്ടമായ സമാധി കൊണ്ട് മഹേശ്വരം അർച്ചയാമാസ, അതായത് വളരെ ഭക്തിയോടുകൂടി സമാധിഭാവത്തിൽ പരമേശ്വരനെ പൂജിച്ചു. പ്രീതോ വിമുക്തേ ഭഗവാൻ തസ്മൈ വരമധാത്മവ പിതൃഹം നൃപതോപായം സവവ്രേ വരമീപ്സിതം. എന്താണ് അവിമുക്തേ പ്രീത ഭഗവാൻ? അതായത് അവിമുക്തത എന്ന് പറഞ്ഞാൽ ഇവിടെ കാശിയിൽ എന്നാണ് അർത്ഥം. അപ്പോൾ ആ കാശിയിൽ വെച്ചിട്ട് ഇപ്രകാരം
തപസ്സിനാൽ സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ ഭവ, ഐശ്വര്യപരിപൂർണനായിട്ടുള്ള പരമേശ്വരൻ തസ്മൈ അവനായിക്കൊണ്ട്, അതായത് സുദർശനായിക്കൊണ്ട് വരം നൽകി എന്ന് പറയുകയാണ്. എന്താണ് അപ്പോൾ ഈപ്സിതം, അവനെന്താണ് ഇഷ്ടപ്പെട്ട വരം എന്താ വെച്ചാൽ ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ആഗ്രഹം എന്തായിരുന്നു? പിതൃഗന്ധൃവതോപായം, തൻ്റെ അച്ഛനെ വധിച്ചവനെ കൊല്ലുവാനുള്ള ഒരു ഉപായമാണ് വരം വംവ്ര, അതാണ് വരമായിട്ട് ഭരിച്ചത് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ പരമേശ്വരൻ കൊടുത്ത വരാണ് ദക്ഷിണാഗ്നിം പരിചര ബ്രാഹ്മണൈ സമവൃത്വിജം അവിചാരവിധാനേന സചാഗ്നി പ്രമദൈർവൃത സാധയിഷ്യതി സങ്കല്പം അബ്രഹ്മണ്യേ പ്രയോജിത ഇത്യാദിഷ്ടതദാചക്രേ കൃഷ്ണായ അഭിചരൻ വ്രതീ. എന്താണ്? ഋത്വിജം ദക്ഷിണാഗ്നിം ബ്രാഹ്മണൈ സമം അഭിചാരവിധാനേന പരിചര. എന്താണ് പരമേശ്വരൻ കൊടുത്തുള്ള വരം? ഋത്വിക്കുമായിരിക്കുന്ന അതായത് യജമാനൻ എന്താണ് നിശ്ചയിക്കുന്ന ഋത്വിക്ക് യജമാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവഹിക്കുന്നത് പോലെ അതിനു വേണ്ടിയിട്ട് ദക്ഷിണാഗ്നിയെ ഹോമിക്കുക. എന്നിട്ടോ ബ്രാഹ്മണരോടുകൂടെ അഭിചാരവിധാനേന, അഭിചാരക്രമത്തെ അനുസരിച്ച് അതിനെ വേണ്ട രീതിയിൽ പരിചരിക്കുക. ദക്ഷിണാഗ്നിയിൽ ഹോമം നടത്താൻ ആണ് പറഞ്ഞത്. അപ്പോൾ എന്തുണ്ടാവും? പ്രമഥൈവൃത സ അഗ്നി, എൻ്റെ ഭൂതഗണങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ആ അഗ്നി അബ്രഹ്മണ്യെ പ്രയോജിത, അതായത് ബ്രാഹ്മണനല്ലാത്തവനിൽ പ്രയോഗിക്കപ്പെട്ടതായിട്ട് സങ്കല്പം സാധയിഷ്യതി, ആ സങ്കല്പത്തെ സാധിപ്പിക്കും. ഇതി ആദിഷ്ട, ഇങ്ങനെ ആദേശിക്കപ്പെട്ടവനായിട്ട് വ്രതത്തോടു കൂടിയവനായി കൃഷ്ണായ അഭിചരൻ തഥാ ചക്രേ, കൃഷ്ണനായിക്കൊണ്ട് കൃഷ്ണനെതിരായിട്ട് അഭിചാരത്തെ ചെയ്യുന്നവനായിട്ട് പരമേശ്വരൻ പറഞ്ഞ മാതിരിയൊക്കെ ചെയ്തു. അബ്രഹ്മണ്യന് മാത്രമേ ഇത് ഫലിക്കൂ എന്ന് പറഞ്ഞതിനെ ശ്രദ്ധിച്ചില്ല എന്നാണ് അവിടെ പറയണത്. ഈ രണ്ട് ശ്ലോകങ്ങളുടെ അർത്ഥമാണ്. എന്താണ്? അപ്പോൾ പരമേശ്വരൻ എന്താണ് പറഞ്ഞത്? അങ്ങ് വേണ്ട രീതിയിൽ ബ്രാഹ്മണരോട് കൂടിയിട്ട് ദക്ഷിണാഗ്നിയിൽ ഹോമം ചെയ്തിട്ട് അഭിചാര മന്ത്രങ്ങളെ കൊണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ഒരു കൃത്യം എന്തെങ്കിലും ഉണ്ടായിത്തീരും. ഒപ്പം എൻ്റെ പ്രമദ ഭൂതഗണങ്ങളും കൂടെ ഉണ്ടായിരിക്കും. അവരെല്ലാവരും കൂടിയിട്ട് നിൻ്റെ ശത്രുവിനെ ഹനിക്കും. എങ്ങനെ? അബ്രഹ്മണ്യനാണ്, അതായത് ബ്രഹ്മം അല്ലാത്ത ആൾക്കാരിൽ അത് ബാധിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. ഇവിടെ പരമേശ്വരൻ പറയുക തൻ്റെ ഭഗവാന്റെ നേരിട്ട് പറയുക, ഭഗവാൻ ബ്രഹ്മൻ സ്വരൂപിയാണെന്നുള്ളത് പിന്നെ അറിയില്ലല്ലോ, സുദർശനൻ അറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുകയാണ്. തതോഗ്നിരുദ്ധിരക്കുണ്ടാൻ മൂർത്തിമാൻ അതിഭീഷണ തപ്തതാമ്രശ്രീകാശ്മശ്രു അങ്കാരോദ്ഗാരിലോചന ദംഷ്ട്രോഗ്രഭൃഗുടീദണ്ഡ കഠോരസ്യ സ്വജിഹ്വയാ ആലിഹൻ സൃക്കിണീ നഗ്നോ വിദുന്വം ത്രിശികം ജ്വലൻ. ആ സമയത്ത് അങ്ങനെ ഈ ആഭിചാരഹോമം ചെയ്ത സമയത്ത് അനന്തരം കുണ്ടാൽ, ആ ഹോമകുണ്ടത്തിൽ നിന്ന് കുണ്ടാത് അതിഭീഷണ തപ്ത താമ്ര ശിഖാശ്മശ്രു, ഏറ്റവും ഭയങ്കരനായിട്ടുള്ള തപിപ്പിക്കപ്പെട്ട ചെമ്പിന് തുല്യമായിട്ടുള്ള ആ തലമുടി, അതുമാതിരി രോമങ്ങൾ, പിന്നെയോ അങ്കാരോദ്ഗാരിലോചന, നല്ല തീക്കട്ട പോലെ ചിതറുന്ന കണ്ണുകളോട്, പിന്നെയോ ദംഷ്ട്രോഗ്ര ഭൃഗുടീതട കഠോരാസ്, ദംഷ്ട്രകളാൽ ഉഗ്രമായിട്ടുള്ള അതുമാതിരി ഭൃഗുടീദണ്ഡങ്ങൾ തന്നെ കഠോരമായിരിക്കുന്ന മുഖത്തോടു കൂടിയവനും മൂർത്തിമാൻ, അതിഭയാനക മൂർത്തിയായിട്ടുള്ള ആ അഗ്നിപുരുഷൻ, അഗ്നിയിൽ നിന്നുണ്ടായിട്ടുള്ള പുരുഷൻ പെട്ടെന്ന് പുറപ്പെട്ട ഉത്തിത സ്വജിഹ്വയാ, തൻ്റെ നാവ് കൊണ്ട് സൃക്കിണി ആലിഹൻ, ആ നാവ് കൊണ്ട് അങ്ങനെ ഇതിൽ ചുണ്ടൊക്കെയാണ് നക്കി തുടച്ചുകൊണ്ട് നഗ്ന ജ്വലൽ ത്രിശികം വിധുന്വൻ, അതായത് അങ്ങനെ നാക്ക് കൊണ്ട് ചുണ്ടുകളെ, ഓഷ്ടപ്രാന്തങ്ങളെ ചുണ്ടുകളൊക്കെ നക്കി തുടച്ചുകൊണ്ടും നഗ്നനായിട്ട് ജ്വലിക്കുന്നവനായിട്ടുള്ള ശൂലത്തെ കയ്യിൽ പിടിച്ചുകൊണ്ടും പഭ്യം താലപ്രമാണാഭ്യം കമ്പയന്നവനീതലം സോഭ്യതാവൽ മൃഗോബോധൈ ദ്വാരകം പ്രദഹൻ ദിശ. താലപ്രമാണാഭ്യാം പഭ്യാം അവനീതലം കമ്പയൻ, നല്ല പന പോലെ നീണ്ട ഉയരത്തിലുള്ള കാലുകളെ കൊണ്ട് ഈ ഭൂമിയെ മുഴുവൻ അങ്ങനെ വിറപ്പിച്ചുകൊണ്ട് ഭൂതൈവൃത, പരമേശ്വരൻ്റെ ഭൂതഗണങ്ങളാൽ ചുറ്റപ്പെട്ടവനായിട്ട് ദിശപ്രദഹൻ, ദിക്കുകളെയൊക്കെ ദഹിപ്പിക്കുന്നവനായിട്ട് അവൻ, ആ അഗ്നിപുരുഷൻ ദ്വാരകം അഭ്യതാവൽ, ദ്വാരകയെ നേരിട്ട് അങ്ങോട്ട്
ഓടിപ്പോയി ദ്വാരകയിൽ പ്രവേശിച്ചു എന്ന് പറയുകയാണ്. ആ ദിക്കുകളിലേക്ക് ദഹിപ്പിച്ചുകൊണ്ടാണ് അവൻ്റെ ഓട്ടം പോണ വഴിക്ക് എല്ലാ സ്ഥലങ്ങളെയും കത്തിച്ചുകൊണ്ടാണ് പോണത്. തമാഭിചാരദഹനം ആയന്തം ദ്വാരകൗകസ വിലോക്യ തത്ര സുസർവേ വനദാഹേ മൃഗായഥാ. എങ്ങനെ വനദാഹേ മൃഗായഥാ, ഒരു കാട്ടുതീ ഒന്നങ്ങോട്ട് വന്നു വെച്ചാൽ ആ കാട്ടിലെ മൃഗങ്ങളൊക്കെ ഏതുമാതിരി പേടിക്കും, അതുമാതിരി വിലോക്യ തത്ര സുസർവേ ദ്വാരകൗകസ, ആ ദ്വാരകാവാസികളെല്ലാവരും ഈ ആഭിചാര ദഹനം, ഇങ്ങനെ ആ ആഭിചാര രൂപത്തിലുള്ള സാധനം അഗ്നിപുരുഷനെ കണ്ടിട്ട് എങ്ങനെയാണ് മുഴുവൻ കത്തിച്ചുകൊണ്ട് വരണ വഴിയൊക്കെയാണ് തീ പിടിപ്പിച്ചുകൊണ്ട് വരണം അവനെ കണ്ടിട്ട് എല്ലാവരും ദ്വാരകാവാസികളെല്ലാവരും പേടിച്ചു എന്ന് പറയുകയാണ് കേട്ടോ. അക്ഷൈസഭ, അവരെല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് ഓടിച്ചെന്നത്. അക്ഷൈസഭായാം ക്രീഡന്തം ഭഗവന്തം ഭയാതുരാ ത്രാഹി ത്രാഹി ത്രിലോകേശ അന്നേ പ്രഹതപുരം. ആ ഭഗവാനാണ് വെച്ചാൽ ഒരു പരിഭ്രമമൊന്നും ഇല്ലാണ്ട് സഭയിൽ അങ്ങനെ പകിട കളിച്ചുകൊണ്ടാണ് ഇരിക്കുകയാണ് ചങ്ങാതിമാരോട് കൂടിയിട്ട്. അവിടേക്ക് ഭഗവാന്റെ അടുത്തേക്ക് സഭായാം അക്ഷയ് ക്രീഡന്തം ഭഗവന്തം, അവരെ ഭഗവാന്റെ അടുത്തേക്ക് ത്രിലോകേശ, 3 ലോകത്തിന് നാഥനായവനെ, പ്രദഹത വന്നേ പുരം ത്രാഹി ത്രാഹീത, ആകെ മുഴുവൻ കത്തിക്കുന്ന ഈ അഗ്നിയിൽ നിന്ന് നമ്മുടെ പുരത്തെ രക്ഷിച്ചാലും എന്ന് ഭയാതുര, വളരെ പേടിച്ച ആതുരന്മാരായിട്ട് അവർ പറഞ്ഞു. ശ്രുത്വാ തജ്ജനവൈക്ലബ്യം ദൃഷ്ട്വാ സ്വാനം ച സധ്വസം ശരണ്യ സംപ്രഹസ്യാഹ മാഭൈഷ്ട്യേത്യമിതാസ്മ്യഹം. തജ്ജനവൈക്ലബ്യം ശ്രുത്വ, ആ ജനങ്ങളുടെ അങ്ങനെയുള്ള ആ വൈഷമ്യത്തെ ദുഃഖത്തെ കേട്ടിട്ടും സ്വാനാം സാധ്വസം ദൃഷ്ട്വാച, തൻ്റെ ജനങ്ങളെല്ലാവരും പേടിച്ച് വരച്ച് വന്നിരിക്കുന്ന അവരെ കണ്ടിട്ടും ശരണ്യ, എല്ലാവർക്കും ശരണം പ്രാപിക്കാൻ യോഗ്യനായിട്ടുള്ള ഭഗവാൻ സംപ്രഹസ്യ മാഭൈഷ്ട, അതായത് ഒന്ന് ചെറിച്ചുകൊണ്ട് പിടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അഹം അവിതാ അസ്മി, ഞാൻ നിങ്ങളുടെയൊക്കെ രക്ഷകനായിട്ടില്ലേ, പേടിക്കണ്ട എന്ന് പറഞ്ഞു കേട്ടോ. സർവസ്യ അന്തർബഹിസ്സാക്ഷി കൃത്യം മഹേശ്വരിം വിഭു വിജ്ഞായ തദ്വിഘാതാർത്ഥം പാർശ്വസ്ത്വം ചക്രമാദിശൽ. സർവസ്യ അന്തർബഹി സാക്ഷി വിഭു, അതാണ് ഈ ഭഗവാൻ. അത് ഓർമ്മിക്കണം, എല്ലാറ്റിൻ്റെയും ഉള്ളിലും പുറത്തും സാക്ഷിയായിട്ടിരിക്കുന്ന ആ ഭഗവാൻ, വിഭുവായിട്ടുള്ള ഭഗവാൻ, മഹേശ്വരീം കൃത്യാം വിജ്ഞായ, അത് പരമേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു കൃത്യമാണെന്ന് അറിഞ്ഞിട്ട് തദ്വിഘാതാർത്ഥം, അതിൻ്റെ നാശത്തിനായിക്കൊണ്ട് പാർശ്വസ്ത്വം ചക്രം ആദിശൽ, തൻ്റെ സമീപത്ത് തന്നെയുള്ള സുദർശന ചക്രത്തെ അങ്ങോട്ട് നിർദ്ദേശിച്ചു, ആജ്ഞാപിച്ചു. സുദർശന ചക്രത്തോടെ ആജ്ഞാപിച്ചു. തൽ സൂര്യകോടി പ്രതിമം സുദർശനം ജാജ്വല്യമാനം പ്രളയാനലപ്രഭം സ്വതേജസാ ഖം കകുബോധരോദസി ചക്രം മുകുന്ദാസ്ത്രം അഗ്നിമാർദ്ദയൽ. ആ സുദർശന ചക്രം എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ? സൂര്യകോടി പ്രതിമം, കോടി സൂര്യന്മാർ ഉദിച്ചു വന്ന മാതിരി അത്ര ശോഭയോട് കൂടിയിട്ടുള്ള, എങ്ങനെയാണ് പ്രളയാനല പ്രഭം, പ്രളയാഗ്നി പോലെ പ്രഭയോടുകൂടിയതും, സ്വതേജസാ കകുഭ ഖം രോദസി ജാജ്വല്യമാനം, ആ തൻ്റെ തേജസ് കൊണ്ട് ദിക്കുകളെയും ആകാശത്തെയും ദിഗ്ഭാഗങ്ങളെയും അങ്ങനെ ജ്വലിപ്പിക്കുന്നതുമായിട്ടുള്ള മുകുന്ദാസ്ത്രം, ഭഗവാന്റെ സുദർശന ചക്രം, ആ അഗ്നിം ആർദ്ദയൽ, ആ അഗ്നിപുരുഷൻ അല്ല കൃത്യമുണ്ടല്ലോ, അതിനെ അങ്ങോട്ട് തന്നെ അങ്ങ് ചെന്നാൽ പീഡിപ്പിച്ചു എന്ന് പറയുകയാണ്. കൃത്യാനല പ്രതിഹത ശരദംഗവാണേർ അസ്ത്രൗജസാ നൃപസഭ. കൃത്യാനല പ്രതിഹത ശരദംഗവാണേർ അസ്ത്രൗജസാ സനൃപ ഭഗ്നമുഖോ നിവൃത്ത വാരാണസിം പരിസമേത്യ സുദക്ഷിണം തം സത്വിജ്ജനം സമദഹൽ സ്വഹൃതോഭിചാര. ഏ നൃപ, പരീക്ഷിത്തെ, എന്താണ്? രഥാംഗവാണേ അസ്ത്രൗജസ, ആ ചക്രായുധനായിട്ടുള്ള ഭഗവാന്റെ ആ അസ്ത്രതേജസ്സിനാൽ കൃത്യാനല്ല, ആ ആഭിചാരാഗ്നി, ആ കൃത്യമുണ്ടല്ലോ എന്ന് ഭഗവാന്റെ സുദർശനചക്രം തന്നെ പിടിച്ച സമയത്ത് പ്രതിഹത തിരിച്ചടിക്കപ്പെട്ടപ്പോൾ മുഖം തിരിച്ചിട്ട് നിവൃത്ത പിൻവാങ്ങി, ആ അഗ്നി
വാരാണസിയും പരിശമിത്യാദി വേറെ കാശി നഗരത്തിലേക്കാണ് തിരിഞ്ഞ് ഓടിപ്പോയി വന്നിട്ട് അവിടെ പോയിട്ട് ഋത്വിക് ജനം അവിടെ ആ ആഭിചാര ഹോമം നടത്തിയിരുന്നില്ലേ, അവിടെയുള്ള ഋത്വിക്കുകളോടും മറ്റും കൂടിയിട്ടുള്ള തം സുദക്ഷിണം, ആ സുദക്ഷിണനെ തന്നെ സമതകൾ ദഹിപ്പിച്ചു. ആകെ യാഗശാലയും അതിലുള്ള ഋത്വിക്കുകളും ബ്രാഹ്മണന്മാരെയും ആ സുദക്ഷിണൻ എന്നുള്ള ആ രാജാവിനെ എല്ലാവരും അങ്ങ് ദഹിപ്പിച്ചു. എന്നിട്ടോ അഭിചാര സ്വകൃത, അതായത് ആ അഭിചാരം ഭഗവാന് നേരിട്ടാണ് ചെയ്തേക്കുന്നെങ്കിലും അത് എന്തുണ്ടായി, ആപത്ത് സ്വയം അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയാണ്. ചക്രം ച വിഷ്ണോ തദലു പ്രവിഷ്ടം വാരാണസിം സാട്ടസഭാലയാവണം സഗോപുരട്ടളകോഷ്ടസങ്കുലം സഹോഷകസ്ത്യശ്വ രഥന്നശാലാം. സുദർശന ചക്രം പിന്നാലെ പോയതേ ഉള്ളൂ. ഇവരെയൊക്കെ ദഹിപ്പിച്ചത് ആ കൃത്യം തന്നെയാണ്. അതിനുശേഷം ചക്രം എന്ത് ചെയ്തു, തദനു ആ അഭിചാര ദേവതയെ പിന്തുടർന്നുകൊണ്ട് പ്രവിഷ്ടം ആ കാശിയിൽ പ്രവേശിച്ചിട്ടുള്ള വിഷ്ണു ചക്രം ച ആ വിഷ്ണുവിൻ്റെ സുദർശന ചക്രമാകട്ടെ എന്തു ചെയ്തു, സാട്ടസഭാലയാപണം മാളികകൾ, സഭാമന്ദിരങ്ങൾ, ഗൃഹങ്ങൾ, അങ്ങാടികൾ ഇതൊക്കെ കൂടിയിട്ടുള്ള എന്ന് മാത്രമല്ല ഗോപുര ആട്ടാളക കോഷ്ടസങ്കുലം, ഗോപുരങ്ങളും കോട്ടത്തളങ്ങളുമുള്ള കോട്ടകളാൽ അങ്ങനെ നിറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കോശ ഹസ്യ അശ്വ രഥ അന്നശാലം, അത് കോശസ്ഥാനങ്ങളതായ ഭണ്ഡാരമാരി എന്നുള്ള സ്ഥലങ്ങൾ, ആനപ്പന്തികൾ, കുതിരപ്പന്തികൾ, രഥശാലകൾ, അന്നശാലകൾ ഇതെല്ലാം നിറഞ്ഞിട്ടുള്ള വാരാണസിയും ആ കാശി രാജ്യത്തെ അങ്ങോട്ട് സമീപിച്ചു എന്ന് പറയുകയാണ്. നേരത്തെ പറഞ്ഞില്ലേ, ആ അഗ്നി വന്നിട്ട് കൃത്യ അഗ്നി യാഗശാലയെ നശിപ്പിച്ചു. ഈ വാരാണസിയെ മുഴുവൻ സുദർശന ചക്രം അങ്ങോട്ട് ചുട്ടരിച്ചു. എന്നിട്ടോ ദഗ്ധ്വാ വാരാണസീം സർവം വിഷ്ണോശ്ചക്രം സുദർശനം ഭൂയ പാർശ്വമുപാദിഷ്ടൽ കൃഷ്ണസ്യ ക്ലിഷ്ടകർമ്മണ. ഇങ്ങനെ ആ വാരാണസിയും സർവം ദഗ്ധ്വാ കാശിയെ മുഴുവൻ അങ്ങോട്ട് ദഹിപ്പിച്ചിട്ട് ആ ഭഗവാന്റെ സുദർശനം എന്നുള്ള ചക്രം ഭൂയ വീണ്ടും പാർശ്വം ഉപാദിഷ്ടൽ, കൃഷ്ണസ്യ പാർശ്വം ഉപാദിഷ്ടൽ, എങ്ങനെയാണ് ആ ഭഗവാന്റെ അടുത്ത് തന്നെ തിരിച്ചെത്തി. എങ്ങനെയാണ് അക്ലിഷ്ടക ക്ലേശരഹിതനായിട്ടുള്ള ഭഗവാന്റെ സമീപത്തേക്ക് തന്നെ മടങ്ങിയെത്തി. ഏതൽ ശ്രാവയന്മർത്യ ഉത്തമശ്ലോക വിക്രമം സമാഹിതോ വാ ശൃണുയൽ സർവപാപൈ പ്രമുച്യതേ. ആരാണോ ഏതൽ ശ്രാവയേൽ മർത്യ, ഈ ഉത്തമ ശ്ലോകനായിട്ടുള്ള ഭഗവാന്റെ ഈ വിക്രമം ആരാണോ വർണ്ണിക്കുക, ഈ ചരിത്രം മറ്റുള്ളവരെ കേൾപ്പിക്കുകയോ അല്ലെങ്കിൽ സ്വയം ഏകാഗ്രതയോടെ ശ്രവണം ചെയ്യുകയോ ചെയ്യുന്നത്, അയാൾ എല്ലാ പവരം വാ ശൃണുയാൽ സർവപാപൈ പ്രമുച്യത, അവർ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതനായിത്തീരും. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ പൗണ്ഡ്രകാധിപതോ നാമ ഷട്ഷഷ്ടിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.